ഹലോ, ഇന്ന് നമ്മൾ തമ്മിലും ക്യാപ്ഷനിലൊക്കെ കണ്ട പോലെ തന്നെ ചോറ്റാനിക്കര അമ്പലത്തിൽ രാവിലെ എങ്ങനെ സരസ്വതി ദേവിയുടെ സാന്നിധ്യം വന്നു എന്നൊരു കഥയാണ് പറയുന്നത്. വിധിയുള്ളവരുടെ നാടായ ഈ കേരളത്തിൽ സരസ്വതി ദേവിയുടെ ഒരു ക്ഷേത്രം പോലുമില്ല എന്ന് കണ്ട ശ്രീ ആദിശങ്കരാചാര്യർ മൈസൂരിലുള്ള ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെത്തുകയും അവിടെ വെച്ച് സരസ്വതി ദേവിയുടെ ദർശനം ലഭിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ശങ്കരാചാര്യർ സരസ്വതി ദേവിയോട് കേരളത്തിൽ സരസ്വതി ദേവിയുടെ സാന്നിധ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ശേഷം മണിമാതാവ് ഒരു നിബന്ധനയോടെ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ശങ്കരാചാര്യർ കേരളത്തിലേക്ക് നടന്നുപോകാനും സരസ്വതി ദേവി ശങ്കരാചാര്യരെ പിന്തുടരാമെന്നും പറയുന്നു. എന്നാൽ ഒരു നിബന്ധന എന്തെന്നാൽ ശങ്കരാചാര്യർ ദേവി പിന്തുടരുന്ന സമയം ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത് എന്നായിരുന്നു നിബന്ധന. അങ്ങനെ ദേവി ശങ്കരാചാര്യരെ പിന്തുടരുന്നു. സരസ്വതി ദേവി ശങ്കരാചാര്യരെ പിന്തുടരുമ്പോൾ ദേവി പിന്തുടരുന്ന സമയം ദേവിയുടെ കാലിലെ കാൽച്ചിലം വെച്ച കേൾക്കാമായിരുന്നു. അങ്ങനെ ഇരുവരും നടന്ന് മൂകാംബിക വരെ എത്തുന്നു. പെട്ടെന്ന് ശങ്കരാചാര്യർക്ക് ദേവിയുടെ കാൽച്ചിലം വെച്ച കേൾക്കാതെയായി. ദേവി തന്നെ പിന്തുടരുന്നില്ലേ എന്ന സംശയം കൊണ്ട് ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുന്നു. എന്നാൽ അത് വാണിമാതാവിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട ദേവിയോട് ശങ്കരാചാര്യർ മാപ്പ് അപേക്ഷിക്കുകയും തന്നെ ഇനി പിന്തുടരണമെന്നാവശ്യപ്പെടുന്നു. എന്നാൽ ദേവി അത് വിസമ്മതിക്കുന്നു. താൻ ഇവിടെ കുടികൊള്ളാമെന്നും ദേവി പറയുന്നു. എന്നാൽ അത് കേരളമായിരുന്നില്ല, മറിച്ച് മൂകാംബികയായിരുന്നു. എന്നാലും ശങ്കരാചാര്യരുടെ അഭ്യർത്ഥന മാനിച്ച ദേവി ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ രാവിലെ തൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അറിയിക്കുന്നു. അങ്ങനെ ദേവി അന്ന് നിന്ന സ്ഥലത്താണ് ഇപ്പോൾ മൂകാംബിക ദേവീക്ഷേത്രമുള്ളതും. അന്ന് മുതൽ തന്നെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ സരസ്വതി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാകുന്നു. എല്ലാവർക്കും വാണിമാതാവിൻ്റെ കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ കഥ നിങ്ങൾ ആദ്യമായാണ് കേൾക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക.